ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് റേഷൻ ഷോപ്പിൽ നിന്നൊക്കെ കടല കിട്ടാനുണ്ടല്ലോ, ആ കടല വെച്ചിട്ട് വീട്ടിൽ നല്ല അടിപൊളി ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കിയെടുക്കുക. വെറും 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഇതിനുള്ളൂ. നല്ല ടേസ്റ്റാണ്, പിന്നെ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കടല നല്ല പോലെ കഴുകുക, ഒരു 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് പിന്നെ അതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഈ കടല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും പിന്നെ കടല ഒന്ന് കുക്കായിട്ട് വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1 കപ്പ് കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ കടലിൻ്റെ പുറം ഭാഗത്തുള്ള കളറ് ജസ്റ്റ് ഒന്ന് മാറി വരണം. അങ്ങനെ വല്ലാതെ ഡാർക്ക് ബ്രൗൺ ആയിട്ടൊന്നും പോകണ്ട, ഒന്ന് കളറ് മാറിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കടല ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള കടലൻ്റെ പകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ 1 കപ്പ് എടുത്തു കഴിഞ്ഞാൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടണം. മിക്സിയിലടിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, നല്ല സൗണ്ട് വരും, കാരണം നമ്മൾ സോക്ക് ചെയ്യാത്ത കടലല്ലേ, അപ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് അടിക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടുകയും ചെയ്യും. കടലയും പഞ്ചസാരയും നല്ല പൊടിയായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ചോക്ലേറ്റ് സ്പ്രെഡ് അല്ലേ, അപ്പോൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ലൈറ്റ് കൊക്കോ പൗഡറാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഡാർക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 കപ്പ് മൊത്തത്തിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിക്കണം കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളെ ബാക്കിയുള്ള 1/4 കപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ 1/4 കപ്പ് ഓയിൽ മൊത്തത്തിൽ ഒഴിച്ചിട്ടില്ല, 1/2 കപ്പ് ആദ്യം ഒഴിച്ചതും പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അത്ര മതിയായിരുന്നു ഇതിലേക്കായിട്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ വന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ വാങ്ങിക്കുന്ന ഡിസാനോൻ്റെതായാലും അല്ലെങ്കിൽ ന്യൂട്ടലൻ്റെതായാലും ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി പിന്നെ ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഇനി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ന്യൂട്ടലൻ്റെ അതേ കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. കുറച്ച് എടുത്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നനഞ്ഞ സ്പൂണൊന്നും കൊണ്ടുപോയിട്ട് ഇടാൻ പാടില്ല, ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ഇത് കേടുകൂടാതെ നിൽക്കും. ബ്രെഡിൽ കൂട്ടി കഴിക്കാനും പിന്നെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്